നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാ ഏതാന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇതെന്താ റുക്കു, പതിവില്ലാതെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നേ? നമുക്കിടയില് ആവശ്യവും അനാവശ്യവും ഒക്കെ ഉണ്ടോ അയ്യാ? വെറുതെ വ്യാഖ്യാനങ്ങൾ വേണ്ട. റുക്കുവിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ ജയിൽ പുള്ളിയാണെങ്കിലും നിറയുള്ളവനാ, വിശ്വനാഥനേക്കാൾ നിറയുള്ളവൻ. ഈ സാഹചര്യത്തില് അവൻ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. മാണിക്യമംഗലത്താരെ ഇളക്കി മറിക്കാൻ അവൻ കൂടെയുള്ളത് നല്ലതാ. അവരുടെ ഉറക്കം കളയാനും നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാനും അവനിവിടെയുള്ളത് ഉപകാരപ്പെടും. മാണിക്യമംഗലത്തെ മണൽത്തരികൾ പോലും ചെട്ടിയാർക്ക് മുമ്പിൽ ഭയന്ന് വിറച്ച് നിൽക്കാൻ ഈ ഒരു പുൽക്കൊടി മാത്രം ഈ ചെട്ടിയാർ വീടിന്റെ പറമ്പിൽ തളിർത്ത് നിന്നാൽ മതിയാവും. ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും അവനെ, ആ വിശ്വനാഥനെ ആവാഹിച്ചു വരുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ പ്രയോഗിക്കും. അവന്റെ നാവിൻ തുമ്പില ആ രഹസ്യത്തിന്റെ താക്കോൽ. അതെനിക്ക് സ്വന്തമാക്കണം. അതുകൊണ്ട് കാലം ചാമ്പൽ മൂടി വച്ചിരിക്കുന്ന ആ സത്യത്തിന്റെ പേടകം നമ്മളുടെ മകൾക്ക് മുമ്പിൽ എനിക്ക് തുറക്കണം. നിന്റെ മോള് നിന്നെ നിറഞ്ഞ മനസ്സോടെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം റുക്കു. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏത് കള്ളനെയും കൊള്ളക്കാരനെയും കൊലപാതകയും കൂടെ നിർത്തും. വിശ്വനാഥൻ, അവനെ എനിക്ക് വേണം. ആ രാജലിംഗം சொல்ல ഒരു വിവരം കിട്ടിയിട്ടുണ്ട് പെരിയോരെ. എന്നെ ശരി, നീ വച്ചിട്. എന്താ വിശേഷം? ഒരു പെരിയ വിശേഷോ? അവൻ വന്നു, ആ വിശ്വനാഥൻ. കണ്ടില്ലേ, വിളിച്ചാൽ അവൻ വെളിപ്പുറത്താ. ഞാനേതായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യാ, എന്നാ റുക്കു? കുഴപ്പത്തിനൊന്നും പോവരുത്. കുഴപ്പോ? എന്ത് കുഴപ്പം? കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ആജന്മ ശത്രുവിനെ മുഖാമുഖം കാണുന്നതില് എന്താ റുക്കു കുഴപ്പം? നീ പേടിക്കണ്ട, ഞാൻ അവനെ കൊല്ലാനല്ല പോകുന്നത്, കൊല ചെയ്യാനാ. പാണ്ഡിതുരേ, ഗണേശ, പാണ്ഡിതുരേ. അയ്യാ വന്നിട്ടേ അയ്യാ. വണ്ടിയുടെ കീ വിടറാ. അയ്യാ ഞാൻ ഓടിച്ചോളാം. ഞാൻ എടുത്തോളാം. വണ്ടി കയറ. നിന്നോട് ഇനി പ്രത്യേകം പറയണം.
മോളെ പാല്. എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? എന്നാലും മോളെ, നീ ഇത്ര അടുത്തുണ്ടായിട്ട് അമ്മയ്ക്ക് നിന്നോട് സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് സംസാരിക്കാനോ ഒന്ന് തൊട്ടു തലോടാനോ പറ്റുന്നില്ലല്ലോ. കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനല്ലേ വിധി. അമ്മ എന്തിനാ നോക്കി നിൽക്കുന്നേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോ വന്ന് എന്നെ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാലോ. ഞാൻ അമ്മയുടെ കൺമുമ്പിൽ തന്നെയല്ലേ അമ്മേ? ഞാൻ അമ്മയുടെ മോള് തന്നെയല്ലേ അമ്മേ? മോളെ, എന്താ എന്താ ഇവിടെ? അല്ല, പാല് കൊടുക്കാൻ. അതിന് നീ എന്തിനാ കരഞ്ഞത്? ഏയ്, ഞാൻ കരഞ്ഞില്ലല്ലോ. പിന്നെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? അത് പിന്നെ ഈ മുഖം കഴുകിയപ്പോ വെള്ളം ഇതായിരിക്കും. ചെല്ല്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, വേലക്കാരോടൊന്നും അടുത്ത് ഇടപഴകരുതെന്ന്. അവരോടൊന്ന് സംസാരിച്ചു എന്ന് വെച്ച് എന്താ കുഴപ്പം? അവരും മനുഷ്യരല്ലേ. തർക്കിക്കാനൊന്നും ഞാനില്ല. ദേ മോളെ, ഇത് നീ ആവർത്തിക്കരുത്. അതെന്താ? അവരാരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ലല്ലോ. ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തണം. അതാ ചെട്ടിയാർ വീട്ടിലെ ശീലം. ദാക്ഷായണി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ നേര് പറയോ? എന്താ? നീ ശരിക്കും ആരാ? ഞാൻ ദാക്ഷായണി. അത് മനസ്സിലായി. നീ ശരിക്കും ഇവിടത്തെ ആരാ? വേലക്കാരി ആണല്ലോ. പിന്നെ നിനക്കെന്താ ഞങ്ങളുടെ മോളുമായിട്ട് ഇടപാട്? അയ്യോ, അക്ക എന്തായി പറയുന്നേ? എനിക്കും ഈ പ്രായത്തിലൊരു മകളുണ്ടല്ലോ. അപ്പോ ആ കുട്ടിയെ കാണുമ്പോ ഞാൻ എന്തെങ്കിലും ലോഹ്യം ചോദിക്കും, അല്ലാതെ. എന്നാ ഇനി അത് വേണ്ട. ഇനി മുതൽ അവൾക്കുള്ള ചായയും കാപ്പിയൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തോളാം. നീ ഉണ്ടാക്കി വെച്ചാ മതി. ഇനി എന്നെ കൊണ്ട് ഇത് പറയാൻ ഇടയാക്കരുത്. ഇല്ല. നേര് പറ.